Hello, welcome back to CDX Learning. Today we have to discuss a new topic, that is a leadership training or training for leadership. നമ്മൾ ഇതുവരെയായിട്ട് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ട്രെയിനിങ്ങുകളെ കുറിച്ചാണ് പരിചയപ്പെട്ടത്. ട്രെയിനിങ് ഫോർ TQM ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ആറ്റിറ്റ്യൂഡിനൽ ട്രെയിനിങ്, ട്രെയിനിങ് ഫോർ ക്രിയേറ്റിവിറ്റി. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് ട്രെയിനിങ് ഫോർ ലീഡർഷിപ്പ്. നമുക്ക് ആദ്യം എന്താണ് ലീഡർഷിപ്പ് എന്ന് നോക്കാം. വാട്ട് ഈസ് ലീഡർഷിപ്പ്? ലീഡർഷിപ്പ് ഈസ് എ പ്രോസസ് ഓഫ് ഗൈഡിങ് അതേഴ്സ്. ഒരുപാട് നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട് ലീഡർഷിപ്പിന്. അതിലൊന്ന്, ലീഡർഷിപ്പ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻഫ്ലുവൻസിങ് അതേഴ്സ്. സോ ഇറ്റ് ഈസ് എ പ്രോസസ്, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. അതേഴ്സ് എന്ന് വെച്ചാൽ ഹിസ് സബോർഡിനേറ്റ്സ്, ഹിസ് ഫോളോവേഴ്സ്. അപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ലീഡറുടെ ഒരു എബിലിറ്റിയാണ്, ഹിസ് സ്കിൽസ് ആൻഡ് ടാലൻസ് ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ടു മേക്ക് ദം ഡു വാട്ട് വി ഡിസയർ. നമ്മൾ ആഗ്രഹിക്കുന്നത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ്. സോ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗൈഡിങ് ദ ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് others towards organizational objectives. When it comes to a company or a business context, business has its own goals and objectives. So a leader influences the subordinates or followers to make them do what is desired for the organizational objectives and goals. According to Warren Bennis അറിയപ്പെട്ട ഒരു ലീഡർഷിപ്പ് ഗുരുവാണ്. According to Warren Bennis, leadership is the function of knowing yourself. ഒരാൾ അയാളെക്കുറിച്ച് മനസ്സിലാക്കുക, അതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. സോ വൺ ആസ് എ പേഴ്സൺ, വൺ നോ ഹിംസെൽഫ്. ഒരാളെക്കുറിച്ച് അറിയുക. ഹാവിങ് എ വിഷൻ ദാറ്റ് ഈസ് വെൽ കമ്മ്യൂണിക്കേറ്റഡ്. മാത്രമല്ല, ലീഡേഴ്സ് ആർ ഗ്രേറ്റ് വിഷണറി പീപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. സോ ദേ ഹാവ് എ ഗുഡ് വിഷൻ ആൻഡ് ദാറ്റ് ഈസ് വെൽ കമ്മ്യൂണിക്കേറ്റഡ് ടു അതേഴ്സ്. ലീഡർ എന്ന് പറയുമ്പോൾ ചേഞ്ച് മേക്കറാണ്, ട്രാൻസ്ഫോമറാണ്. സോ ഹി ട്രാൻസ്ഫോംസ് അതേഴ്സ്, മേക്കിംഗ് ട്രാൻസ്ഫോർമേഷൻ ഇൻ അതേഴ്സ്, ഇൻ ദ ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് അതേഴ്സ്. അപ്പം ആസ് എ ചേഞ്ച് മേക്കർ, ഹി ജനറേറ്റ്സ് എൻ ഐഡിയ, ഹി ബ്രിങ്സ് എൻ ഐഡിയ, ഹി ക്രിയേറ്റ്സ് സം വിഷൻ ആൻഡ് കമ്മ്യൂണിക്കേറ്റ്സ് ദാറ്റ് വിഷൻ ഇൻ ടു അതേഴ്സ്, ടു ഹിസ് സബോർഡിനേറ്റ്സ്, ടു ഹിസ് ഫോളോവേഴ്സ് ആൻഡ് മേക്സ് ചേഞ്ചസ് ഇൻ ദം. ഇതാണ് ലീഡേഴ്സിൻ്റെ ഒരു പ്രത്യേക ക്വാളിറ്റി എന്ന് പറയുന്നത്. ദേ ബിൽഡ് ട്രസ്റ്റ് അമംഗ് കൊളീഗ്സ്. മറ്റുള്ളവർക്കിടയിൽ അല്ലെങ്കിൽ അവരുടെ ഫോളോവേഴ്സിനിടയിൽ, ലീഡേഴ്സിൻ്റെ സബോർഡിനേറ്റ്സിനിടയിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നു. ആൻഡ് ടേക്കിംഗ് ഇഫക്റ്റീവ് ആക്ഷൻ ടു റിയലൈസ് യുവർ ലീഡർഷിപ്പ് പൊട്ടൻഷ്യൽ. അങ്ങനെ ഏറ്റവും ഇഫക്റ്റീവായ സ്ട്രാറ്റജിക്കായ ആക്ഷൻസ് എടുക്കുന്നതാരോ അവരെയാണ് നമ്മൾ ലീഡേഴ്സ് എന്ന് പറയുന്നത്. Leaders are able to know themselves in terms of what are their weaknesses and what are their strengths. ലീഡേഴ്സിന് സ്വന്തത്തെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, അവരുടെ വീക്ക്നെസ്സസ് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ഏരിയാസ് ദാറ്റ് ദേ നീഡ് ടു ഇംപ്രൂവ്. അങ്ങനെ അവർക്ക് സ്വന്തത്തെ ഇവാലുവേറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ് ലീഡേഴ്സ്. മാത്രമല്ല, സ്വന്തത്തെ ഇവാലുവേറ്റ് ചെയ്യുന്നതോടുകൂടെ ദേ ക്യാൻ ഓൾസോ ഇവാലുവേറ്റ് ദെയർ സബോർഡിനേറ്റ്സ് ഇൻഡിവിജ്വലി. ഓരോരുത്തരെയും മനസ്സിലാക്കാനും ഇവാലുവേറ്റ് ചെയ്യാനും, ആൻഡ് അക്കോർഡിംഗ്ലി ദേ ക്യാൻ മോഡിഫൈ ഓർ ട്രാൻസ്ഫോം ദ ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ദ സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റ്സിൻ്റെ, ഫോളോവേഴ്സിൻ്റെ, ആരാണോ ഇദ്ദേഹത്തിൻ്റെ കീഴിലുള്ളത് അവരുടെ ബിഹേവിയർ ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്, അതിൽ സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ലീഡേഴ്സിന് കഴിയും. എന്തിനാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്? Because employees' behavior and attitude are increasingly significantly important elements that affect the organizational performance. ഒരു കമ്പനിയുടെ പെർഫോമൻസിനെ സ്വാധീനിക്കുന്ന അങ്ങേയറ്റത്തെ പ്രാധാന്യമുള്ള ഘടകങ്ങളാണ് എംപ്ലോയീസിൻ്റെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡും. സോ ലീഡേഴ്സ് ഹാവ് ടു ഇൻഫ്ലുവൻസ്. എന്തുകൊണ്ടാണ് ഫോർ എക്സാമ്പിൾ എലോൺ മസ്ക്, Tesla Motors in the CEO, why he is known to be one of the most renowned leaders in the world? Because he brings new vision, he generates new ideas, he communicates his vision, and he makes changes in his employees. We think about leaders, we know many leaders. Jeff Bezos of Amazon,
and Sundar Pichai of Google. They all are known to be greatest leaders in the world because they transform. They are known to be transformational leaders. ലീഡർഷിപ്പിൻ്റെ ഒരുപാട് കാറ്റഗറീസ് നമുക്ക് പഠിക്കാനുണ്ട്. ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ്, ട്രാൻസാക്ഷണൽ ലീഡർഷിപ്പ്, ആക്സിഡൻ്റൽ ലീഡർഷിപ്പ്, ഓട്ടോക്രാറ്റിക് ഓർ ഡെമോക്രാറ്റിക് ലീഡർഷിപ്പ്. ലീഡർഷിപ്പിൻ്റെ ഏറ്റവും ഉന്നതമായി പരിഗണിക്കപ്പെടുന്ന ഒന്നാണ് ട്രാൻസ്ഫോർമേഷണൽ ലീഡർഷിപ്പ്. എ കൈൻഡ് ഓഫ് ലീഡർഷിപ്പ് in which leaders make changes in the behavior and attitude of employees. Leadership is considered as an influential relationship between a leader and his followers. ഇതാണ് നമുക്ക് ലീഡർഷിപ്പിനെ കുറിച്ച് ബേസിക്കലി മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. എങ്ങനെയാണ് ഒരാൾ ലീഡർ ആവുന്നത്? A leader needs to possess many skills and abilities. കുറേ ക്വാളിറ്റീസ് ഉള്ള ഒരാളെയാണ് നമ്മൾ ലീഡർ എന്ന് പറയുക. എ നമ്പർ ഓഫ് സ്കിൽസ് ആൻഡ് കോമ്പിറ്റൻസീസ്. ഫോർ എക്സാമ്പിൾ സെൽഫ് അവെയർനെസ്, ഇൻ്റർപേഴ്സണൽ ആൻഡ് റിലേഷൻഷിപ്പ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, എംപ്ലോയി ഡെവലപ്മെൻറ്റ് സ്കിൽ, കസ്റ്റമർ ഓറിയൻറ്റേഷൻ സ്കിൽ, അങ്ങനെ തുടങ്ങി ഒരുപാട് സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ആൻഡ് കോമ്പിറ്റൻസീസ് അതൊക്കെ ആവശ്യമാണ് ഒരു ലീഡർക്ക്. അതുകൊണ്ട് തന്നെ in order to improve the leadership abilities of the leaders, training is very important. അതുകൊണ്ടാണ് കമ്പനീസ്, കോർപ്പറേറ്റ് ഓർഗനൈസേഷൻസ്, they provide training to the senior managers and leaders because leadership ability should be improved. Leaders are both born and made. വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കാണ് വെദർ ലീഡേഴ്സ് ആർ ബോൺ ഓർ മെയ്ഡ്. ലീഡേഴ്സ് ജന്മനാ ലീഡറായി വരുന്നതാണോ ഓർ ദേ എക്വയർ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഓവർ ടൈം ത്രൂ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. സാധാരണ ലിറ്ററേച്ചേഴ്സ് ആൻഡ് റിസർച്ച് പേപ്പേഴ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കാണ്. ഇറ്റ് ഈസ് ക്വൈറ്റ് ഓൾഡ്, നേരത്തെയുള്ളൊരു കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കാണ്. ബട്ട് നൗ ദർ ഈസ് വൈഡ് എ കോൺസെൻസസ് ഓൺ വാട്ട് ഈസ് ആക്ച്വലി ലീഡർഷിപ്പ്. ഇപ്പോൾ കൃത്യമായ ഒരു മാനദണ്ഡം ആ വിഷയത്തിലുണ്ട്. ലീഡേഴ്സ് ആർ ബോത്ത് ബോൺ ആൻഡ് മെയ്ഡ്. ലീഡേഴ്സ് ജന്മനാ ലീഡർഷിപ്പ് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അതോടുകൂടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ക്യാൻ ബി എൻഹാൻസ്ഡ്, എംപവേർഡ്. ലീഡേഴ്സ് ബൈ ബർത്ത് തന്നെ അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകുന്നുണ്ട്. അതോടുകൂടെ ഇറ്റ് ക്യാൻ ബി ഫർദർ എൻഹാൻസ്ഡ് ആൻഡ് ഇംപ്രൂവ്ഡ് ഓവർ ടൈം ത്രൂ പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. അതുകൊണ്ടാണ് നമ്മൾ ലീഡർഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് തന്നെ നമ്മൾ പ്രതിപാദിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. There are basically two purposes of leadership training. ഒന്ന്, leadership training helps leaders and managers learn new leadership skills and talents. ബിസിനസ് ആൻഡ് മാനേജറിയൽ കോണ്ടെക്സ്റ്റ് മാറിക്കൊണ്ടേയിരിക്കും, ബിസിനസ് എൻവയോൺമെൻറ്റ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരുപാട് ന്യൂ സ്കിൽസ് ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെ ആസ് ലീഡേഴ്സ് they also need to possess some new skills. പുതിയ സ്കിൽ, ഉദാഹരണത്തിന് ടെക്നോളജി സ്കിൽസ്, ടെക്നോളജി മാറിക്കൊണ്ടേയിരിക്കും. സോ ആസ് ലീഡേഴ്സ് ദേ നീഡ് ടു നോ ടെക്നിക്കൽ സ്കിൽസ്, ദേ നീഡ് ടു അക്വയർ ടെക്നിക്കൽ സ്കിൽസ്. അപ്പോൾ മാറുന്ന സാഹചര്യത്തിൽ ആവശ്യമായ ടെക്നിക്കൽ ആൻഡ് അതർ സ്കിൽസ് കൊടുക്കാൻ വേണ്ടിയാണ്, എംപവർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ട്രെയിനിങ് ഫോർ ലീഡർഷിപ്പ് അറേഞ്ച് ചെയ്യുന്നത്. രണ്ടാമതായി സെക്കൻഡ് പർപ്പസ് എന്ന് പറയുന്നത് ടു റിഫൈൻ ദെയർ ഓൾഡ് സ്കിൽസ് ആൻഡ് ടാലൻസ്. അവർക്ക് ലീഡേഴ്സിന് നേരത്തെയുള്ള അവരുടെ സ്കിൽസ് ആൻഡ് ടാലൻസ് അതൊന്ന് റിഫൈൻ ചെയ്യാൻ വേണ്ടി, ഒന്നുകൂടെ മിനുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് സെക്കൻഡ് പർപ്പസ് എന്ന് പറയുന്നത്. ട്രെയിനിങ് പ്രോഗ്രാംസ് ക്യാൻ സെർട്ടൈൻലി ഹെൽപ്പ് ലീഡേഴ്സ് അണ്ടർസ്റ്റാൻഡ് ദ ബെസ്റ്റ് വേസ് ടു മോട്ടിവേറ്റ് ആൻഡ് ഇൻഫ്ലുവൻസ് എംപ്ലോയീസ്. നമ്മൾ ലീഡേഴ്സിന് അവരുടേതായി സ്പെസിഫിക് ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുമ്പോൾ അവർക്ക് കൃത്യമായി എങ്ങനെയാണ് അവരുടെ കീഴിലുള്ള എംപ്ലോയീസിനെ, സബോർഡിനേറ്റ്സിനെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്, എങ്ങനെ അവരെ ഇൻസ്പയർ ചെയ്യണം, ആൻഡ് ഹൗ ക്യാൻ ഇംപ്രൂവ് ദയർ പെർഫോമൻസ്, എങ്ങനെ അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ അവർക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഇംപ്രൂവ് ചെയ്യാനും പറ്റും. ഇതൊക്കെയാണ് നമ്മൾ ട്രെയിനിങ് ഫോർ ലീഡർഷിപ്പ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്. നമുക്ക് ഇനി ചർച്ച ചെയ്യാനുള്ളത് മെത്തേഡ്സ് ഓഫ് ലീഡർഷിപ്പ് ട്രെയിനിങ് ആണ്. ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രെയിനിങ് ആണ് നമ്മൾ ലീഡർഷിപ്പ് ട്രെയിനിങ്ങിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്നത്, നമുക്ക് സാധിക്കുന്നത്. നമ്പർ 1, ഓൺ ദ ജോബ് ട്രെയിനിങ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഓൺ ദ ജോബ് ട്രെയിനിങ്. അതായത്
employees or leaders or managers, when they work in their workplaces, simultaneously they are given training. അത് എംപ്ലോയീസ് ആണെങ്കിലും മാനേജേഴ്സ് ആണെങ്കിലും ഓർ ലീഡേഴ്സ് ഫോർ എക്സാമ്പിൾ അവരുടെ വർക്ക് പ്ലേസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ മറ്റൊരു ലീഡേഴ്സ് മറ്റു മാനേജേഴ്സ് മറ്റ് എക്സ്പേർട്സ് വന്നിട്ട് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ പ്രാക്ടിക്കൽ നോളജ് കിട്ടുന്നു. അതോടുകൂടി എങ്ങനെയാണ് എംപ്ലോയീസിനെ മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എംപ്ലോയീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എംപ്ലോയീസിനെ സ്വാധീനിക്കേണ്ടത്, ആ ഒരു അറിവാണ് കിട്ടുന്നത്. മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ ടാസ്ക് ഓറിയൻറ്റഡ് ആണ്. ദേ ആർ മോർ ടാസ്ക് ഓറിയൻറ്റഡ്, പ്രോസസ് ഓറിയൻറ്റഡ്. ബട്ട് ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ പീപ്പിൾ ഓറിയൻറ്റഡ് ആണ്. എങ്ങനെയാണ് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുക, എങ്ങനെയാണ് ജനങ്ങളെ സ്വാധീനിക്കുന്നതിലോടുകൂടെ അവരുടെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാൻ കഴിയുക, അതാണ് ലീഡർഷിപ്പ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് ട്രെയിനിങ്ങിൻ്റെയൊക്കെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഓൺ ദ ജോബ് ട്രെയിനിങ് ഈസ് എൻ ഇൻക്രീസിംഗ്ലി യൂസ്ഫുൾ ട്രെയിനിങ് ടെക്നിക് ഫോർ എൻഹാൻസിങ് ലീഡർഷിപ്പ് എബിലിറ്റി ഓഫ് ടീം മാനേജേഴ്സ് ആൻഡ് എംപ്ലോയീസ്. എസ്പെഷ്യലി നമ്മൾ ടീം വർക്കൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ടീമിലൊരു ലീഡർ ഉണ്ടാവും. ആ ലീഡർ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, ആ ലീഡർ എങ്ങനെയാണ് അവരുടെ കീഴിൽ വരുന്ന സബോർഡിനേറ്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്, അതൊക്കെ അവരെ ഒന്നുകൂടെ പഠിപ്പിക്കാൻ ഉതകുന്നതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്, ഇൻ ഹൗസ് ട്രെയിനിങ് എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം. നമ്പർ 2, ലെക്ചറിങ്, കോൺഫറൻസ് ആൻഡ് സെമിനാർസ്. ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ്. വർക്ക് പ്ലേസിന് പുറത്ത് നിന്ന് നമ്മൾ ലീഡേഴ്സിനാണെങ്കിലും മാനേജേഴ്സിനാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ്. ലെക്ചറിങ് ആയി കൊടുക്കാം, കോൺഫറൻസിങ് ആയി കൊടുക്കാം, സെമിനാറായി കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ ലീഡേഴ്സായ ആൾക്കാർക്ക് അവരുടെ സ്വന്തം കഴിവുകേടുകളൊക്കെ മനസ്സിലാക്കാനും അവർക്ക് അവരുടേതായ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനും ഒക്കെയുള്ള വേദിയാണ് ലെക്ചേഴ്സ്, കോൺഫറൻസ് ആൻഡ് സെമിനാർസ് എന്ന് പറയുന്നത്. ലെക്ചറിങ് മെത്തേഡ് ഓഫ് ട്രെയിനിങ് along with seminars and conference methods that are major of the job training can be effectively used for leadership training. Accomplished leaders will be able to lecture on various leadership topics. നമ്മൾ ഈ കൊടുക്കുന്ന ലീഡർഷിപ്പ് ട്രെയിനിങ്ങിലൂടെ ഇംപ്രൂവ് ആയി വരുന്ന ആൾക്കാർക്ക് സ്വയം അവരുടേതായ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനും മാത്രമല്ല മറ്റുള്ളവരുടെ ലീഡർഷിപ്പ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു വേദിയാണ് ലെക്ചേഴ്സ്, അതുപോലെ കോൺഫറൻസസ്, അതുപോലെ സെമിനാർസ് എന്ന് പറയുന്നത്. നമ്പർ 3, റോൾ പ്ലേയിങ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് റോൾ പ്ലേയിങ്. റോൾ പ്ലേയിങ് ഓൾസോ അലൗസ് the leaders to participate and interact with learn leadership skills like interpersonal relationship, communication, creating and communicating great vision and so on. Role play എന്ന് പറയുമ്പോൾ നമ്മൾ വിവിധ സിനാറിയോ അസ്യൂം ചെയ്തിട്ട് അതിൽ നമ്മുടെ ഈ എംപ്ലോയീസിനോട് അല്ലെങ്കിൽ നമ്മുടെ ഈ ട്രെയിനീസിനോട് അതിൽ ആക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് റോൾ പ്ലേ. അങ്ങനെ ആകുമ്പോൾ ലീഡേഴ്സ് ദേ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ആൻഡ് ഇൻട്രാക്ട് വിത്ത് ലേൺഡ് ലീഡർഷിപ്പ് സ്കിൽസ്. അവർ നേരത്തെ എന്ത് ലീഡർഷിപ്പ് സ്കില്ലാണോ അവർ അക്വയർ ചെയ്തിട്ടുള്ളത്, ലേൺ ചെയ്തിട്ടുള്ളത്, അത് അവർക്കൊന്നിവിടെ എക്സിബിറ്റ് ചെയ്യാനും ഡിസ്പ്ലേ ചെയ്യാനും അതിൽ വരുന്ന അപാകതകൾ മറ്റുള്ളവരിലൂടെ മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നൊരു വേദിയാണ് റോൾ പ്ലേയിങ് എന്ന് പറയുന്നത്. ട്രെയിനീസ് ക്യാൻ ബി അസൈൻഡ് ടു ചൂസ് സെർട്ടൈൻ സിനാറിയോസ്. സാധാരണ ഇത്തരം റോൾ പ്ലേയിങ് ട്രെയിനിങ് മെത്തേഡിൽ നമ്മുടെ ഈ ട്രെയിനീസിനോട് നമ്മൾ പറയുക, അവരോട് ഏതെങ്കിലും സിനാറിയോ സെലക്ട് ചെയ്യാൻ പറയും, ഏതെങ്കിലും കേസ് ഓർഗനൈസേഷൻ നമ്മൾ സെലക്ട് ചെയ്യും, ഓർ വി വിൽ ആസ്ക് ദം ടു ചൂസ് or assume that they work in a particular organization. അവർ ഏതെങ്കിലും ഒരു പ്രത്യേക ഓർഗനൈസേഷനിൽ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുന്നതായി അവരോട് അസ്യൂം ചെയ്യാൻ വേണ്ടി പറയും. Some scenarios we will be given so that we will ask them to play some kind of roles, leadership roles in that particular scenario. ഇതാണ് റോൾ പ്ലേയിങ് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് മെത്തേഡ്. നാലാമത്തത് ലീഡർഷിപ്പ് ആക്ടിവിറ്റീസ് ആണ്. നമ്മൾ നോർമലി കൊടുക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാംസിൽ അതിൻ്റെ കൂടെ നമ്മൾ ലീഡർഷിപ്പ് ആക്ടിവിറ്റീസ് ആൻഡ് ലീഡർഷിപ്പ് ഗെയിംസ് we can integrate with and we can give to trainees. Training can be organized with many different leadership activities. ഉദാഹരണത്തിന് ടീം വർക്ക്, ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ, നോളജ് ഷെയർ ഓർ കൊളാബറേറ്റീവ് വർക്ക്സ്. നമ്മൾ അങ്ങനെ ഈ ടീം വർക്ക്, ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ അത്തരം ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ടീം വർക്കിൽ അവർ റോൾ പ്ലേ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നോളജ് ഷെയറിൽ അവർ ഇൻഡൽജ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഡിഫറൻറ്റ് ലീഡേഴ്സ് വിൽ ബി ഏബിൾ ടു ജോയിൻ ഇൻ ഹാൻഡ് ആൻഡ് എക്സ്പീരിയൻസ് സം ലീഡർഷിപ്പ് ആക്ടിവിറ്റീസ്. അവർക്ക് വിവിധ ലീഡേഴ്സ് ഒന്നിച്ചൊരു ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ അവരെങ്ങനെയാണ് ഓരോരുത്തരും ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓരോരുത്തരും പ്ലേ ചെയ്യുന്നത്, ഐ മീൻ ദേ പ്ലേ ഇൻ ദെയർ ലീഡർഷിപ്പ് റോൾ, എങ്ങനെയാണ് അവരുടെ എക്സ്പീരിയൻസ്
പ്രീവിയസ് എക്സ്പീരിയൻസസ് അതൊക്കെ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും. ഇതാണ് ലീഡർഷിപ്പ് ആക്ടിവിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നമ്പർ 5, ദിസ് ഈസ് ദ ലാസ്റ്റ് വൺ, നമ്പർ 5, ഡിസ്കഷൻ ഗ്രൂപ്പ്സ്. നമ്മൾ ട്രെയിനിങ്ങിൻ്റെ വിവിധ മെത്തേഡുകൾ പഠിച്ചപ്പോഴൊക്കെ ബ്രെയിൻ സ്റ്റോമിംഗ് പലപ്പോഴായി പഠിച്ചിട്ടുണ്ട്. ബ്രെയിൻ സ്റ്റോമിംഗ് അതുപോലെ തന്നെ ഡിസ്കഷൻ ഗ്രൂപ്പ്സ് രണ്ടും ലീഡർഷിപ്പ് ക്വാളിറ്റി, ലീഡർഷിപ്പ് എബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കാവുന്ന മറ്റൊരു ട്രെയിനിങ് മെത്തേഡാണ്. ഡിസ്കഷൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ലീഡേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് വിവിധ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യിപ്പിക്കുകയാണ്. കൈൻഡ് ഓഫ് ബ്രെയിൻ സ്റ്റോമിംഗ്. ബ്രെയിൻ സ്റ്റോമിങ്ങിൽ നമ്മൾ പറഞ്ഞ അങ്ങനെ തന്നെയാണ്. വി ഡെലിവർ എൻ ഐഡിയ ടു ദം ആൻഡ് ദേ കീപ്പ് ഓൺ ഡിസ്കസ് വൺ ബൈ വൺ സോ ദാറ്റ് വി വിൽ അൾട്ടിമേറ്റ്ലി ഗെറ്റ് എ ഡിഫറൻറ്റ് ഐഡിയ, എ ന്യൂ വൺ, എ നോവൽ വൺ. ഇതേ ഒരു ഐഡിയ തന്നെയാണ്, ഓർ ഇതേ ഒരു നോഷൻ, ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഡിസ്കഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നതിലുള്ളത്. ദീസ് ടൈപ്സ് ഓഫ് ട്രെയിനിങ് മെത്തേഡ്സ് would allow leaders to share their personal wealth of knowledge. ഡിസ്കഷൻ ഗ്രൂപ്പ് ആണെങ്കിലും ഗ്രൂപ്പ് ഡിസ്കഷൻ ആണെങ്കിലും ബ്രെയിൻ സ്റ്റോമിംഗ് ആണെങ്കിലും ഇതിലൊക്കെ ലീഡേഴ്സിന് അവരുടെ എക്സ്പീരിയൻസസ് പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റും, അവരുടെ വ്യൂസ് പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈച്ച് ഇൻഡിവിജ്വൽ ലീഡർ ക്യാൻ ലേൺ സംതിങ് ഫ്രം ദ അതർ വൺ. സൈമൾട്ടേനിയസ്ലി അതേഴ്സ് ക്യാൻ ലേൺ സംതിങ് ഫ്രം മീ. ഇതാണ് ഈ ഡിസ്കഷൻ ഗ്രൂപ്പ്സ് ആൻഡ് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്ന മെത്തേഡ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബിംഗ് ടു സിഡിക്സ് ലേണിംഗ്.